സഹനങ്ങൾക്ക് കാരണം പാപമാണോ? ദുരന്തങ്ങൾ തിന്മയുടെ പരിണതഫലമാണോ? രോഗങ്ങൾ പാപത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണോ? ദുരന്തങ്ങൾക്ക് കാരണം പാപമാണെന്ന ചിന്ത ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് ഏദൻ തോട്ടത്തിൽ തന്നെയാണ്. അനുസരണക്കേട് കാണിച്ച ആദ്യ മാതാപിതാക്കൾക്ക് ശിക്ഷയായി ക്ലേശങ്ങളും മരണവും ലോകത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തതായി വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വയ്ക്കുന്നു. പിന്നീട് ഇസ്രയേലിൻ്റെ ചരിത്രത്തിലും അവർ ദൈവത്തെ മറന്ന് പാപം ചെയ്യുന്ന അവസരങ്ങളിൽ എല്ലാം തന്നെ തിരിച്ചടികളും മഹാമാരികളും നേരിടേണ്ടി വരുന്നതായി കാണാം. പഴയ നിയമത്തിൽ പൊതുവെ പാപത്തിൻ്റെ ശിക്ഷയായി വ്യക്തികളും സമൂഹവുമെല്ലാം സഹനങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നതായി നാം കാണുന്നുണ്ട്. എന്നാൽ നീതിമാനും ദൈവഭക്തനും ദൈവപ്രീതിക്ക് പാത്രവാനുമായിരുന്നിട്ടും സഹിക്കേണ്ടി വന്ന ജോബിൻ്റെ കഥ പാപവും സഹനവുമായി ചേർത്ത് വായിക്കുന്ന പഴയ നിയമ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിൽ ചില രോഗസൗഖ്യങ്ങളുടെ വേളയിൽ യേശു നേരിട്ട് പാപമോചനം നൽകുന്നതായും നാം കാണുന്നുണ്ട്. ഇനി ഇന്നത്തെ ലോകത്തിൽ സ്ഥിരമായി കേൾക്കുന്ന പരിഹാസരൂപേണയുള്ള ചോദ്യമാണ്: ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവം എവിടെ? ആരുടെ പാപം നിമിത്തമാണ് നിഷ്കളങ്ക മനുഷ്യർ സഹിക്കുന്നത്? സർവനന്മയായ ദൈവം എന്തുകൊണ്ട് ദുരന്തങ്ങൾ തടയുന്നില്ല? സർവശക്തനായ ദൈവം എന്തുകൊണ്ട് എല്ലാവരെയും സുഖപ്പെടുത്തുന്നില്ല? ഈ ചോദ്യങ്ങളോടൊപ്പം ഈ കാലഘട്ടത്തിലെ മറ്റൊരു സംസാര വിഷയം തലമുറകളുടെ ശാപമാണ്. ഇന്നിൻ്റെ ക്ലേശങ്ങളെ പൂർവികരുടെ പാപത്തിൻ്റെ അനന്തരഫലമായി ചേർത്തു വായിക്കുന്ന കാഴ്ചപ്പാട്. ഈ ചോദ്യങ്ങൾക്ക് ഓരോന്നും ഉത്തരം തേടുന്നതിന് പകരം സഹനങ്ങൾ പാപത്തിൻ്റെ പരിണതഫലമാണോ എന്ന ചോദ്യത്തെ ആദ്യമായി നമുക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ആത്യന്തികമായി പറഞ്ഞാൽ സഹനത്തിനും ക്ലേശങ്ങൾക്കും ദുരന്തങ്ങൾക്കും പിന്നിൽ മനുഷ്യൻ്റെ പാപമുണ്ട്. എന്നാൽ സഹനത്തിലൂടെ കടന്നുപോകുന്ന വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ പൂർവികരുടെയോ പാപമാവണമെന്നില്ല ഒരുവൻ സഹിക്കുന്ന വേദനകൾക്ക് പിന്നിൽ. മാനവരാശിയുടെ പാപത്തിൻ്റെ പരിണിതഫലം ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെയും മനുഷ്യകുലം മുഴുവൻ്റെയും മേലുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും വലുതും ചെറുതുമെന്ന നിലയിൽ ഈ പാപത്തിൻ്റെ ഭണ്ഡാരത്തിലെ നിക്ഷേപങ്ങളായി മാറുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ പോലും അനുഭവിക്കുന്ന സഹനങ്ങൾ, ഇവയ്ക്കെല്ലാം പിന്നിൽ എൻ്റെയും നിങ്ങളുടെയും പാപമുണ്ട്. പാപം ഇത്രമാത്രം ദുരന്തഫലങ്ങൾ ഉണ്ടാക്കുവാൻ കാരണം പാപം ദൈവത്തിനെതിരെയുള്ള ഒരുവൻ്റെ സ്വതന്ത്രമായ നിലപാടാണ് എന്നതുകൊണ്ടാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് തീരുമാനങ്ങളെടുക്കുവാൻ സ്വാതന്ത്ര്യം നൽകി. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തിലൂടെ ദൈവം മനുഷ്യനിൽ നിന്ന് ആത്യന്തികമായി ആഗ്രഹിച്ചത് അവൻ സ്വതന്ത്രമായി ദൈവത്തെ തേടണമെന്നും ദൈവ വഴി തിരഞ്ഞെടുക്കണമെന്നുമാണ്. എന്നാൽ മനുഷ്യൻ ഈ സ്വാതന്ത്ര്യത്തെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് തൻ്റെ ഇഷ്ടത്തെ ദൈവേഷ്ടത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ച അവസ്ഥയാണ് പാപം. പാപം സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ തന്നെ എന്തുകൊണ്ടാണ് ദൈവം സർവശക്തനായിരുന്നിട്ടും പാപത്തെ പൂർണ്ണമായും തടയാത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി. പാപത്തെ തടയണമെങ്കിൽ സ്വാതന്ത്ര്യത്തെ എടുത്തു മാറ്റണം. മനുഷ്യൻ്റെ തിരഞ്ഞെടുക്കാനുള്ള കഴിവിനെ തടഞ്ഞ് എപ്പോഴും തൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്നവർ ആക്കി തീർക്കണം. ഇത് മനുഷ്യന് ഇന്ന് ദൈവം നൽകിയിരിക്കുന്ന ഉയർന്ന സ്ഥാനത്തിന് യോജിച്ചതല്ല. സ്വന്തമായി ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും സാധിക്കാത്തത് അടിമത്തമാണ്. അടിമത്തത്തിലേക്കല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, പുത്രൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിലെന്നതുപോലെ തൻ്റെ ഇഷ്ടങ്ങൾക്കും പിതാവിൻ്റെ ഇഷ്ടത്തിനുമിടയിൽ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം എപ്പോഴും ഒരുവനുണ്ട്. പാപത്തെ തടഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തെ നിഹനിക്കാനല്ല, പാപം വർദ്ധിച്ചെടുത്ത് കൃപയുടെ സമൃദ്ധി ചൊരിഞ്ഞ് പാപത്തെ സ്വതന്ത്രമായി പരാജയപ്പെടുത്താനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധിയുടെ ഉന്നത തലങ്ങളിലേക്ക് ദൈവപുത്രൻ്റെ അല്ലെങ്കിൽ ദൈവപുത്രിയുടെ സ്വാതന്ത്ര്യത്തോടെ വളരാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.